ഇന്നലെ ഉണ്ടായ ഒരു അടിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ ശൈത്യയുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആര്യൻ അവിടെ ഇരുന്ന് ചിരിക്കുമായിരുന്നു. അതായത് സത്യം പറഞ്ഞാൽ അത് കാണുന്നവർക്ക് മനസ്സിലാവും ആര്യൻ നമ്മുടെ ശാരികയ്ക്ക് ചിരിക്കായിരുന്നു അവിടെ ചെയ്തത്. എപ്പിസോഡ് കാണുമ്പോൾ അവർ പറയുന്നത് അവർ ബാക്ക് പെയിൻ ആയതുകൊണ്ട് കരയുകയായിരുന്നു എന്ന്. അവരവിടെ കിടന്ന് കുറെ ഗോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഷാനവാസ്, നമ്മുടെ അഭിലാഷ്, അവർക്ക് ഫസ്റ്റ് തൊട്ടേ ശ്രദ്ധിച്ചുകൊണ്ടുണ്ട് അവിടെ ഇരുന്നിട്ട് ആ ചിരിക്കുന്നത്. എന്നിട്ട് ടാസ്ക് കഴിഞ്ഞ് ബസ്സിൽ അടിക്കുന്ന സമയത്ത് അഭിലാഷ് അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് ചൂടാവുന്നുണ്ട്. ഒരാൾ അവരുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ സങ്കടം പറയുമ്പോൾ ഇവിടെ കിടന്നിരുന്ന് ചിരിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനോട് നമ്മുടെ കലാപം ശരിയോടൊക്കെ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ജിസൈൽ വന്ന് അവൻ കരയുകയായിരുന്നു നീ കരയുകയായിരുന്നു ആരോടെ പറയുന്നത്, നമ്മളിവിടെ ശ്രദ്ധിക്കാൻ എല്ലാത്തിനും ന്യായീകരിച്ചോട് വരേണ്ട ആര്യം എന്നൊക്കെ പറഞ്ഞ് ജിസൈലിനിട്ട് കുറെ കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ആര്യം ചെരുപ്പ് ഇട്ടിരുന്ന ചെരുപ്പ് എടുത്ത് ഊരി എറിയുന്നുണ്ട്. അതും ആരുടെ ദേഹത്ത് കൊള്ളുന്നില്ല, ഇട്ട് ചെരുപ്പ് ഊരി എറിയുന്നുണ്ട്. അതേപോലെ റെനയും ചിരിച്ചിട്ടുണ്ട്. അപ്പൊ റെനയോട് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്, നീ ചിരിച്ചില്ലേ, എന്തിനാ ചിരിച്ചു, എന്താ ഇവിടെ ചിരിക്കാൻ മാത്രം ഇവിടെ നടന്നതെന്നൊക്കെയുള്ള രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ റെന പറഞ്ഞു, ഞാൻ ചിരിക്കുന്നത് കണ്ടോ എന്ന് റെനയോ ഒനിയനും തമ്മിൽ വഴക്കായപ്പോൾ പോടിപ്പില്ല എന്നൊക്കെ പറഞ്ഞ് റെനയെ ഒഴിവാക്കി വിട്ടു. അങ്ങനെ സത്യം പറഞ്ഞ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ അടിയാണ് നടന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് ഒരിക്കലും ചിരിക്കാൻ പാടില്ല. കാരണം അതുപോലെ തന്നെ അവിടെ കിടന്ന് കോപ്പയം കാണിക്കുന്നുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞാലും നമ്മുടെ അഭിലാഷും ഷാനവാസും എല്ലാം കൂടി. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മുടെ അനീഷൊക്കെ ഒതുക്കാൻ വന്നു. സാധാരണ അനീഷൊക്കെ ബഹളം ഉണ്ടാക്കുന്ന അനീഷൊക്കെ അതൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കാൻ പോകുന്നുണ്ട്. അനീഷിനെ ആരും കണക്കിലെടുക്കുന്നില്ല. അതായത് വേദനയില്ലാതെ ചെവിയിൽ കൈവച്ചല്ല ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ കരയേണ്ടത്. ഇവൻ ചെവിയിൽ കൈയൊക്കെ വെച്ചിട്ടാണ് ചിരിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പിന്നെ റണ്യ വെറുതെ ഒന്ന് എവിടെയെങ്കിലും കയറി ഒന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി വെറുതെ ഇരുന്ന് കളിക്കുന്ന പോലെയൊക്കെ ഫീൽ ആവുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. കൂടുതൽ അപ്ഡേഷനുമായി കാണാം.